ഈ കാൽഭാഗം, ഭൂമിയുടെ ഒരു കാൽഭാഗത്തെ കരയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വലിയ വീട് പോലെ ഒരുക്കിയിരിക്കുകയല്ലേ? ആ വീടിന്റെ മച്ചിൻപുറമായിട്ടല്ലേ അല്ലാഹു ആകാശത്തെ വെച്ചത്? അല്ലാഹു ഖുർആനിൽ അത് പറയുന്നുമുണ്ട്, വസ്സഖഫിൽ മർഫൂഅ്. നിങ്ങളുടെ വീട്, ഈ വീടിന്റെ മുകളിൽ ഉയർത്തപ്പെട്ടിരിക്കുന്ന മച്ചിൻപുറം, തട്ടിൻപുറം, ആ തട്ടിൻപുറത്തെ തന്നെയാണ് വജഅൽന السماء سقفا محفوظا. അപകടങ്ങൾ വരുന്നതിനെ തൊട്ട് സൂക്ഷിക്കപ്പെട്ടതും ഏതെങ്കിലും തരത്തിലുള്ള കയ്യേറ്റങ്ങളോ കവർച്ചക്കാരോ കള്ളന്മാരോ പ്രവേശിക്കുന്നതിനെ തൊട്ട് സുരക്ഷ നൽകപ്പെട്ടതുമായ നല്ല ഒരു മച്ചിൻപുറമാക്കി, തട്ടിൻപുറമാക്കി നാം ആകാശങ്ങൾ വെച്ചിരിക്കുന്നു. വഹും അൻ ആയാതിഹാ മുഅ്രിദൂൻ. പക്ഷേ ഈ ആകാശങ്ങളിലെ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് മനുഷ്യരുണ്ടോ ചിന്തിക്കുന്നു? അഫലം യൻദുറൂ ഇലസ്സമാഇ ഫൗഖഹും കൈഫ ബനൈനാഹാ വസയ്യന്നാഹാ വമാ ലഹാ മിൻ ഫുറൂജ്. ആകാശത്തിലേക്ക് ഇവിടെ നിന്നൊന്നും മുകളിലേക്ക് നോക്കുന്നില്ലേ? നോക്കാനെന്തു ചന്തമാണ്! ആ കാണാൻ പറ്റുന്ന ആകാശത്തിലേക്ക് മനുഷ്യൻ നോക്കുന്നില്ലേ? ഫൗഖഹും, അവരുടെ മുകളിലല്ലേ ആകാശം. കൈഫ ബനൈനാഹാ വസയ്യന്നാഹാ, നാം അതിനെ നിർമ്മിച്ചതും പടുത്തതും എങ്ങനെയാണെന്നും അതിനെ അലങ്കരിച്ചിട്ടുള്ള രൂപങ്ങൾ എങ്ങനെയെന്നും ഒന്ന് നോക്കട്ടെ. വമാ ലഹാ മിൻ ഫുറൂജ്. എവിടെയെങ്കിലും ഒരു പൊട്ടോ വിടവോ അവിടെ കാണാനുണ്ടോ ആകാശത്തിൽ? രാത്രിയിൽ നക്ഷത്രങ്ങൾ നിറഞ്ഞു നിൽക്കുമ്പോ, ചന്ദ്രൻ പൊങ്ങി നിൽക്കുമ്പോ നമുക്ക് കാണാൻ പറ്റുന്ന ആകാശം, പകലിൽ സൂര്യൻ, ആ സൂര്യന്റെ പ്രകാശത്താൽ മറ്റു നക്ഷത്രങ്ങൾ കാണില്ലെങ്കിലും തെളിഞ്ഞു നിൽക്കുന്ന നീലാകാശം, ഈ ആകാശത്തെ നോക്കി നിൽക്കാൻ എന്തൊരു ചന്തമാണ്! സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ കൊണ്ട് തിളങ്ങി നിൽക്കുന്ന അലങ്കാരം. ഞാനതിന്റെ ഗോളങ്ങളെക്കുറിച്ച് പറയല്ല, അതിൽ ഒരു ചെറിയ നക്ഷത്രം വരെ കോടിക്കണക്കിന് സൂര്യനുകൾ ഉൾക്കൊള്ളാൻ പറ്റുന്നതിലും വിശാലമാണത്രേ. ശാസ്ത്രീയ വിവരം പറയുകയാണെങ്കിൽ അങ്ങനെ കുറെ പറയാം. നമ്മുടെ കൺകാഴ്ചയിൽ മിന്നാമിനുങ്ങളെപ്പോലെ മിന്നിക്കൊണ്ടിരിക്കുന്ന നക്ഷത്രങ്ങൾ, എന്തൊരു സൗന്ദര്യം! സൗന്ദര്യം മാത്രമോ, അതിന്റെ നിറം നമുക്ക് ശരിക്കു കാണാമല്ലോ. ആകാശത്തിന്റെ നിറമല്ല. ആകാശത്തിന്റെ നിറം എന്ന് പറയണമെങ്കിൽ നമ്മൾ ആകാശത്തിലേക്ക് എത്തണ്ടേ? അള്ള പടുത്തു എന്നറിയുന്ന ആകാശത്തിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. നമ്മൾ ശൂന്യാകാശത്തിലാണ് എത്തുന്നത്. നമ്മൾ കാണുന്ന ശൂന്യാകാശം, ഇല്ലാത്ത ആകാശം. ഈ ഇല്ലാത്ത ആകാശം എന്ന് പറയുന്ന ആകാശത്തിന് ഉള്ളതായാണ് നമ്മൾ കൂട്ടുന്നത്. വിമാനത്തിൽ പോകുന്ന ഒരാള് വിമാനം കയറിയിട്ട് കീഴ്പോട്ട് നോക്കിയാൽ നമ്മൾ കരിപ്പൂരിൽ നിന്ന് കുറച്ചുകൂടി അപ്പുറം ഉയർന്നാൽ പിന്നെ നമ്മൾ താഴെ കാണുന്ന ആകാശമല്ലേ? മേലെ നോക്കുന്ന ഈ നീലാകാശത്തിന്റെ കളർ താഴേക്കും കാണാം. അപ്പൊ നമുക്ക് കാണാൻ നീല കാണുന്നതും നീലമ വരുന്നതും മുഴുവൻ ആകാശമല്ല. പക്ഷെ ഈ നീലയെ നമ്മൾ എന്താ പറയാ? ആകാശ കളർ നീല. ആകാശ കളർ നീലാന്നല്ലേ സാധാരണ എല്ലാവരും ഈ നീലയെ പറയുക. അള്ളാഹു ആകാശം എന്ന ഗോളം അള്ളാഹു താല പടച്ചതെങ്ങനെയാണോ, സൃഷ്ടി അള്ളാഹു പടച്ചതെങ്ങനെയാണോ നമുക്കറിയില്ല. അതിന്റെ കവാടങ്ങളിലെത്തിയ ഒരു പടപ്പ് മാത്രമേ ലോകത്ത് പ്രമാണബദ്ധമായി സ്ഥിരപ്പെട്ടിട്ടുള്ളൂ. സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിബ്രീൽ എന്ന മലക്കിനെ ഒന്നിച്ച് ഇസ്രാഇന്റെ മേറാജിന്റെ രാത്രിയിൽ മുത്തനബി തങ്ങൾ 7 ആകാശത്തിന്റെയും വാതിലുകൾ തുറപ്പിച്ച് ആ ആകാശങ്ങൾ കടന്ന് അള്ളാഹു നിശ്ചയിച്ച അള്ളാഹു താലാന്റെ സ്വർഗനരകങ്ങളടക്കമുള്ള അള്ളാന്റെ സകല ഗോളങ്ങളിലും പടപ്പുകളിലും സൃഷ്ടികളിലും സന്ദർശനം നടത്തി അവിടുത്തെ വിവരങ്ങളൊക്കെയും അള്ളാഹു അവർക്ക് നൽകി തിരിച്ചു പോന്നു. ഇത് വിശ്വസിക്കൽ നമുക്ക് നിർബന്ധമാണ്. ആ നിർബന്ധമായ പ്രാമാണികമായി സ്ഥിരപ്പെട്ടിട്ടുള്ള ഈ ഒരൊറ്റ സംഭവത്തിൽ മാത്രം ശരിയായ ആകാശത്തിന്റെ കവാടം തുറക്കപ്പെട്ട സംഭവം കേൾക്കുന്നു. ഇതല്ലാത്ത ഒരു സംഭവത്തിലും ആകാശം തുറക്കപ്പെട്ടത് കേൾക്കുന്നില്ല. അപ്പൊ തുറക്കപ്പെടുന്ന ആകാശത്തിലേക്ക് മനുഷ്യന്റെ നിരീക്ഷണവും പരീക്ഷണവും എത്തിയിട്ടില്ല. മനുഷ്യന്റെ ശാസ്ത്രവിവരങ്ങൾ എത്തിയിട്ടില്ല. ശൂന്യാകാശത്തിലേക്ക് നോക്കിയാൽ കാണുന്ന അലങ്കാരത്തെയാണ് അല്ലാഹു വിവരിക്കുന്നത്. ഒന്ന് നോക്കേണ്ടേ? മനുഷ്യൻ നോക്കാൻ. അതുതന്നെ നോക്കിയാൽ എന്തൊരു കുളിർമ നൽകുന്ന കളറാണ്. മുകളിലേക്ക് നോക്കുമ്പോൾ സൂര്യനെ നമുക്ക് ശരിക്ക് കാണാൻ കഴിയുന്നില്ല. കാരണം പ്രകാശം കണ്ണിന്റെ ഉള്ളിൽ നമുക്ക് സ്വീകരിക്കാൻ പറ്റാത്തതൊരുപരി പ്രകാശമായതുകൊണ്ട്. നേരെ മറിച്ച് ആകാശത്തിലേക്ക് നോക്കാനോ ആ നീലിമ ശരിക്കും നോക്കാം. മടുപ്പ് വരാത്ത ഒരു കാഴ്ച അല്ലാഹു തആല നൽകുന്നതാണ് ആകാശം. എന്തിലേക്ക് നോക്കിയാലും മനുഷ്യൻ മടുക്കും. കാണാൻ ചന്തമുള്ള ഈ ആകാശം, ഈ ആകാശത്തിലേക്ക് നോക്കുന്നത് തന്നെ അനവധി നേട്ടങ്ങൾ നൽകുമെന്നാണ് ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു പറയുന്നത്. ഇത് കേവലം ഒരു പറച്ചിലല്ല.
പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ, കശ്ഫിന്റെ അടിസ്ഥാനത്തിലൊക്കെയും പറയാൻ അർഹരാണ് അബൂ ഹാമിദ് അൽ ഗസാലി റഹ്മഹുല്ലാ. മഹാനർ പറയുന്നു 10 നേട്ടങ്ങളുണ്ട് മാനത്തേക്ക് നോക്കിയാൽ മാത്രം. മാനത്തേക്ക് നോക്കുക, കഅബത്തേക്ക് നോക്കുക എന്നറിയുന്നൊരു ഇബാദത്തല്ലേ, ഇതുപോലെ മാനത്തേക്ക് നോക്കുന്നതിലെ നേട്ടം. തൻഖുസുൽ ഹം, മനസ്താപം ചുരുക്കും. ഇത് മനസ്സിന്റെ വിഷമങ്ങളും താപവും ചുരുക്കുന്ന ഒരു മഹത്തായ നേട്ടമാണ് ആകാശത്തിലേക്കുള്ള നോട്ടം. വതുഖല്ലിലുൽ വസ്വാസ്, ദുഷിച്ച ചിന്തകളും വേണ്ടാത്തരം ചിന്തകളും വസ്വാസ് എന്ന രോഗവുമൊക്കെ ഈ ആകാശം ചുരുക്കും. വതുസീലു വഹമൽ ഖൗഫ്, ആശങ്കയുടെ ഇല്ലാത്ത വേണ്ടാത്ത ആശങ്കകൾ അതും ആകാശം നീക്കും. വതുദക്കിറു ബില്ലാ, അല്ലാഹുവിനെ നല്ലപോലെ ഓർമ്മിപ്പിക്കും. വതൻശുറു ഫിൽ ഖൽബി തഅളീമ ലില്ലാ, അല്ലാഹുവിനെ ആദരിക്കാനും മഹത്വപ്പെടുത്താനുമുള്ള മനസ്ഥിതി ഹൃദയത്തിന്റെ അകത്ത് അത് വിതറും. വതുസീലുൽ ഫിക്റ റദീഅ, ദുഷിച്ച തരത്തിലുള്ള ചിന്തകളും വേണ്ടാത്ത ആലോചനകളുമൊക്കെ ഇത് നീക്കും. വതൻഫഉ ലിമറളിസ് സൗദാ, പിത്തരോഗങ്ങൾക്ക് ഇത് ഉപകാരം ചെയ്യും. വതുസ്ലിൽ മുസ്താഖ്, പ്രേമം മൂത്ത് അല്ലാഹുവിന്റെ ഹബീബിനോടാവട്ടെ മറ്റേതെങ്കിലും ദുന്യാവസ്തുക്കളാവട്ടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരവസ്ഥ വന്നാൽ ആ അവസ്ഥക്കും ഇഷ്ടക്കാർക്കും പിരിശക്കാർക്കും ഒക്കെ മനസ്സമാധാനം നൽകും. ഇത് മുഹിബ്ബീൻ, ഇഷ്ടക്കാർക്കും പിരിശക്കാർക്കും തമ്മിൽ ഇഷ്ടപ്പെടുന്ന കാമുകന്മാർക്കും കാമുകിമാർക്കും, ഇത് പറഞ്ഞാൽ അത് ഹുബിന്റെ പേരിൽ ഞാൻ അർത്ഥം വെക്കുന്നതാണ്, അങ്ങനെയുള്ളവർക്കൊക്കെയും ഇത് സന്തോഷം നൽകും. വഹിയ ഖിബ്ലത്തു ദുആഇദ് ദാഈൻ, അതോടൊപ്പം പ്രാർത്ഥിക്കുന്നവർക്ക് നോക്കാനുള്ള ഖിബ്ലയുമാകുന്നു ആകാശം. ആകാശത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കൽ സുന്നത്തുണ്ട്. കൈ ഉയർത്തുന്നത് പോലെ തന്നെ ആകാശത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കൽ നിസ്കാരത്തിലല്ലാത്തപ്പോഴൊക്കെ സുന്നത്തുണ്ട് പ്രാർത്ഥനയിൽ. ആ തരത്തിലുള്ള 10 നേട്ടങ്ങൾ കിട്ടുന്ന ഈ ആകാശം, നമ്മുടെ മുകളിലേക്ക് നോക്കിയാൽ കാണുന്ന ആകാശം, അതിൽ